ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക പക്ഷത്തെന്നല്ല. ഞങ്ങൾ പറയുന്ന പക്ഷം എന്ന് പറയുന്നത് പാർട്ടിയുടെ നിലപാടാണ്. അപ്പോൾ അതിനകത്ത് വി ഡി സതീശൻ പക്ഷത്തുനിന്നോ അല്ലെങ്കിൽ കെ സി പക്ഷത്തുനിന്നോ ഒക്കെ നിങ്ങൾക്ക് ആരോപിക്കാമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ള പാർട്ടി നിലപാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. കെ എസ് യുവിൻ്റെ നിലപാട് പറയാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിനകത്ത് ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതാണെങ്കിലും താങ്കൾ പറഞ്ഞതിനാണെങ്കിലും അതിനകത്തുള്ള കാര്യങ്ങളിനകത്ത് നമുക്ക് പറഞ്ഞത് അത് ശരിയായിരിക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാടിനകത്ത് ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് എന്ന് പറയുന്നത് ആർക്കും അഭിപ്രായം പറയാം എന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ അഭിപ്രായം പറഞ്ഞ ആളിനെതിരെ ആളുകൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ പാനലിൽ തന്നെയുള്ള ഒരാൾ രാജു പി നായർ കത്ത് കൊടുക്കുമ്പോൾ രാജു പി നായർക്കെതിരെയല്ലേ നടപടി വേണ്ടത്? കാരണം പാർട്ടി നിലപാടാണല്ലോ. രാജു പി നായർ കത്ത് കൊടുത്തു എന്ന് പറഞ്ഞവർക്കെതിരെ നടപടി എടുക്കാനൊന്നും പോകുന്നില്ല. അതൊക്കെ രാജു പി നായർക്ക് കത്ത് കൊടുക്കാനുള്ള അവകാശമുണ്ട്. അത് പറഞ്ഞത് കൊണ്ട് രാജു പി നായർ കത്ത് കൊടുത്തത് ഈ വിഷയം ഉന്നയിക്കുന്നു പാർട്ടി. അങ്ങനെ നിങ്ങൾ കാണുന്നതുകൊണ്ടാണത്. രാജു പി നായർ എന്ന് പറയുന്ന പാർട്ടിയുടെ വക്താവ്, പാർട്ടിയുടെ DCCയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നലുണ്ടായി. അദ്ദേഹം ഇത് ഒരു കത്ത് കൊടുത്തു, ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം. നടപടി എടുക്കുകയില്ല എന്നുള്ളത് പാർട്ടിയിലേക്ക് നടപടി എടുക്കത്തില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അനൂപിൻ്റെ അഭിപ്രായം പറഞ്ഞു, ജെന്നോയുടെ അഭിപ്രായം പറഞ്ഞു, രാജുവിൻ്റെ അഭിപ്രായം പറയുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ പാർട്ടിയിൽ. പക്ഷേ ഇപ്പം ഞാൻ ഈ വക്താവ് എന്ന് പറയുന്ന നിലയിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് പാർട്ടിയുടേതായിട്ടുള്ള ലൈനാണ്. ഞാൻ ഈ പാർട്ടി ഇതിനകത്ത് വരുന്നതിന് മുമ്പ് പാർട്ടി ലൈൻ എന്താണെന്ന് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. പാർട്ടിയുടെ ലൈൻ ഇതാണ്. അഭിപ്രായം പറയാനുള്ളവർക്ക് അഭിപ്രായം പറയാം. അതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഗവൺമെൻറ് റൈറ്റ് ഉണ്ട്, അല്ലേ? ഗവൺമെൻറ് റൈറ്റ് ഉണ്ടല്ലോ. ആ ഗവൺമെൻറ് റൈറ്റ് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഞാൻ അതിനകത്ത് ഞാൻ പറഞ്ഞൊരു തിരുത്തം എന്താണ്? മുഖ്യമന്ത്രി ആണ് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല, പാർട്ടി പ്രസിഡന്റ് അല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹമായിരിക്കണം ഒരു കൺസെൻസസിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള മുൻകൈ എടുക്കേണ്ടതാണ്. സംശയം അക്കാര്യത്തിൽ അല്ല, ഞാൻ അതാ പറഞ്ഞു വരുന്നത്. അങ്ങനെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നടക്കാത്തത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്. നടക്കണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഒരു സംശയവും അല്ല, നടക്കുന്നുണ്ടോ ഇല്ലയോ. ഞാനാണ് പറഞ്ഞത് ചർച്ച വരിക എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ അങ്ങനെ ചർച്ച നടന്നു. അല്ല, അത് ഞാൻ പറയട്ടെ. ഇറ്റ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗവൺമെൻറ്. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ പ്രസിഡന്റ് ഈ ക്യാബിനറ്റിൻ്റെ ഭാഗമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. പാർട്ടിയുടെ 2 വർക്കിംഗ് പ്രസിഡന്റുമാർ ഈ ക്യാബിനറ്റിൻ്റെ ഭാഗമാണ്. നിലവിൽ ഞാൻ പറയുന്നത് അത് PC വിഷ്ണു ആണെങ്കിലും ശ്രീ AP അനിൽകുമാർ ആണെങ്കിലും വർക്കിംഗ് പ്രസിഡന്റുമാരും പ്രസിഡന്റും ഈ ക്യാബിനറ്റിൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് പാർട്ടിയോട് അഭിപ്രായം ചോദിക്കാതെ അവർ മുന്നോട്ട് ഏതെങ്കിലും ഒരു മന്ത്രി അത് തെറ്റാണെന്ന് പറഞ്ഞത് താങ്കൾ കേട്ടോ? ഇല്ലല്ലോ. ശ്രീ AP അനിൽകുമാർ പറഞ്ഞത് ഈ പരാതി ഉന്നയിച്ചയാൾ പറയുകയുണ്ടായി മന്ത്രിമാർക്ക് ഈ ആ പരാതി ഉന്നയിച്ച നിയാസിന്റെ അതേ അഭിപ്രായമായിരുന്നു. പരസ്യമായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ കൂട്ടുത്തരവാദിത്തത്തിന്റെ പ്രശ്നമാണ്. അദ്ദേഹത്തിന്റെ നിലപാടാണെന്നേ. അദ്ദേഹം ഒരു തെറ്റ് തിരുത്തി കാണിക്കാൻ. ഇപ്പൊ PM നിയാസ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ശ്രീ PM നിയാസ് പറഞ്ഞു ഇദ്ദേഹത്തിന് എന്താണ് സംഘപരിവാർ ബന്ധമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യരുത് എന്ന് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അത് പാർട്ടി കേരളത്തിൽ പിന്നെ ആരും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു കേട്ടോ? താങ്കൾ കേട്ടോ? എവിടെയെങ്കിലും കേട്ടോ? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഔദ്യോഗിക മേഖല കേട്ടോ? ഇല്ല. അപ്പം ഗവൺമെന്റിന്റെ ഭാഗത്ത് കേട്ടോ? സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ സാധനങ്ങൾ വരുന്നു? അഭിപ്രായം പറയാം. പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ടതാണ്. പാർട്ടിയുടെ പാനലിലുള്ള ആളാണ്. പക്ഷെ ആത്യന്തികമായി പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ടത് പാർട്ടി പ്രസിഡന്റാണ്. പാർട്ടി പ്രസിഡന്റും ഞാൻ പറയട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ നിലപാടിനകത്ത് പാർട്ടിക്ക് നിലപാട് ഇതാണ്. പാർട്ടി പറയുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതല്ല. പാർട്ടി പറയുന്ന നിലപാട്, പാർട്ടിയുടെ നിലപാട് തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ്, അതിന്റെ മുഖ്യമന്ത്രി അത്തരത്തിലൊരു കൺസെൻസിന്റെ സമീപനം എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം എനിക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ ഒരു സമയം ചോദിച്ചു. നാളെ എനിക്ക് കാണണം. അദ്ദേഹം നാളെ ഒരുപാട് തിരക്കുള്ള ആളായിരിക്കാം. അപ്പോൾ അദ്ദേഹം പറയണം നാളെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ കാണാൻ പറ്റില്ലെന്നാണോ? താങ്കൾ ഏതെങ്കിലും വിമർശനം ഉന്നയിച്ചിട്ട് നാളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അനുമതി കിട്ടില്ല. അതാണിപ്പോൾ കാണുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയാം, കിട്ടില്ല. PM നിയാസിന് കിട്ടിയില്ല, അലോഷ്യസ് സേവകന് കിട്ടിയില്ല, GV ഹരിക്കും കിട്ടുകയില്ല. GV ഹരി KC പക്ഷമാണ്. ശരി, ഒറ്റ മിനിറ്റ്. എനിക്ക് എന്റേതായ പക്ഷങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ തുറന്നു പറഞ്ഞ ആളല്ലേ, അതിനകത്ത് എന്താ സംശയമുള്ളത്? ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പക്ഷം മാത്രമല്ല. അത് ഏത് കാര്യത്തിലാണ്? ആ ഒരു വിഷയത്തിൽ എൻ്റെ പക്ഷം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ആ വിഷയം കഴിഞ്ഞു. അത് ശ്രീ കെ സി വേണുഗോപാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണോ കെ സി പക്ഷത്ത് ഉണ്ടായിരുന്നത് അവർ ആ പക്ഷത്ത് തന്നെ ഉറച്ചു നിന്ന് പോരാട്ടം തുടങ്ങി കഴിഞ്ഞു. അല്ല, ഒരു മിനിറ്റ്. ആരൊക്കെയാണോ സതീശൻ പക്ഷത്ത് ഉണ്ടായിരുന്നത് അവരും ആ രണ്ടാമതൊരു വിഷയം ഇവിടെ മഞ്ജുഷ പറഞ്ഞത് നാളത്തെ മുഖ്യമന്ത്രി നമുക്കറിയാവുന്ന ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട അനുസ്മരണ ചടങ്ങിലാണ്. നോക്കൂ, അത് ആരാണ് പറഞ്ഞിരുന്നത്? മുഖ്യമന്ത്രിയേക്കാൾ മുകളിലുള്ള ഒരാളെയാണ് വിളിച്ചിരിക്കുന്നത്. ആരാണ്? അദ്ദേഹം ഈ ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഈ രാജ്യത്ത് പാർട്ടിയെ നയിക്കുന്ന ആളാണ്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പടയെ വെക്കുള്ളൂ. എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടെന്നേ, അവരൊക്കെ അദ്ദേഹത്തിന്റെ താഴെയാണ്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അദ്ദേഹത്തെ കാണാൻ എത്രയോ മുഖ്യമന്ത്രിമാർ വരുന്നു. എല്ലാ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രി മാത്രമല്ല, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെല്ലാം അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് ഒരു പരിപാടി സംശയം എന്താ, നിങ്ങൾ എഴുതി വെച്ചു. അതിനെ ഇപ്പൊ അടിവരയിട്ടോ, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഘടനാപരമായി പ്രവർത്തിക്കുന്ന KPCCയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് സംശയം വല്ലതും ഉണ്ടോ? അതിനകത്ത് ആ സ്ഥാനം, അദ്ദേഹത്തിന്റെ സ്ഥാനം ഇപ്പോൾ അലങ്കരിക്കുന്ന സ്ഥാനം അതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ പരിപാടിയിൽ വിളിച്ചു. ഇനി അത് പുതുപ്പള്ളിയിലെ പരിപാടിയാണ്. നാളെ KPCC ഔദ്യോഗിക പരിപാടിയുണ്ട്. ആ KPCC ഔദ്യോഗിക പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തേക്കാം. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാനലിനകത്ത്. ഈ ചാനലിന്റെ CEO ഒരു പരിപാടിക്ക് വരുന്നാൽ മഞ്ജുഷിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. അപ്പൊ ഇവിടെ നിങ്ങളുടെ പാർട്ടിയുടെ CEO ആണ് അദ്ദേഹം. അങ്ങനെയാണ്, ആ തരത്തിൽ തന്നെ കണ്ടാൽ മതി, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ അദ്ദേഹത്തെയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി പ്രോട്ടോകോൾ അതാണ്. ആ പ്രോട്ടോകോൾ എന്ത് പ്രോട്ടോകോൾ? എന്ത് പ്രോട്ടോകോൾ? എനിക്ക് മനസ്സിലായില്ലോ. ഒരു പ്രോട്ടോകോളും ഇല്ല. എന്ത് പ്രോട്ടോകോളാണ്? സംസ്ഥാന മുഖ്യമന്ത്രിയേക്കാൾ മുകളിലാണോ KC വേണുഗോപാൽ? എനിക്കറിയില്ല. ജേക്കബ് ജോർജ്, താങ്കൾ ഈ കോൺഗ്രസ് രാഷ്ട്രീയം അരച്ചു കലക്കി കുടിച്ച ആളാണ്. പാർട്ടിയുടെ പ്രോട്ടോകോളിൽ അദ്ദേഹം തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ള ആൾ. ഒരു സംശയം വേണ്ട. മല്ലികാർജ്ജുന ഖാർഗെയും ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ മൂന്നാമനായി തന്നെ ഒരു സംശയം വേണ്ട. അദ്ദേഹത്തിന്റെ സ്ഥാനം ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയാം, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ, അത് മുഖ്യമന്ത്രി അടക്കം പറയും, അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. അതിനകത്ത് ഒരു സംശയം വേണ്ട. ജേക്കബ് ജോർജ് അങ്ങനെയുണ്ടോ? എനിക്കറിയില്ല. അല്ലല്ല, ഞാൻ പറയാം. കേരളത്തിന്റെ ഒരു മുൻ മുഖ്യമന്ത്രി സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു അനുസ്മരണം നടക്കുമ്പോൾ, സർക്കാരിന്റെ പരിപാടിയാണെങ്കിൽ അങ്ങനെ ചെയ്യാന്നേ നടക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കെ ആ മുഖ്യമന്ത്രിയെ പുതുപ്പള്ളി പഞ്ചായത്തിൽ പോലും കണ്ടേക്കരുത് എന്നുള്ള ചിന്ത കൊണ്ടുവരുന്നത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ കാണരുത് എന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ VD സതീശനെ കണ്ടേക്കരുത്. ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. പിന്നെ എന്താണ് അദ്ദേഹത്തിന് ഇത് മാത്രം ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പരിപാടി മാത്രമാണോ? ഞാൻ നാളെ രാവിലെ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയുണ്ട്. ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ നമുക്കറിയാവുന്ന ഒരു രക്തദാന ക്യാമ്പുമായി ബന്ധപ്പെട്ട ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്. അങ്ങനെ ഒരുപാട് പരിപാടികളുള്ള നാളെ ഏതെങ്കിലും പരിപാടിയിൽ VD സതീശൻ പങ്കെടുത്താൽ മതി എന്നാണ്. അങ്ങോട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് 100% നല്ല സ്വീകരണം കൊടുത്തു തന്നെ അദ്ദേഹത്തിനോട് വരാൻ. എന്താ പ്രയാസമുള്ളൂ? അങ്ങനെ അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. നിങ്ങൾ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതല്ലാതെ ഞങ്ങളുടെ പാർട്ടിയിൽ അല്ല. ഈ പോസ്റ്ററിൽ VD സതീശന്റെ പടമില്ല. അതിന് താങ്കൾ നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ആ പരിപാടിയിൽ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ശ്രീ KC വേണുഗോപാലിനെ ആ പരിപാടിയിൽ ക്ഷണിച്ചിട്ടുണ്ട്. അത് ഉദ്ഘാടകനായി ക്ഷണിച്ചിട്ടുണ്ട്. അത് ചാണ്ടി ഉമ്മനോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ചാണ്ടി ഉമ്മനോട് ചോദിക്കണം. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഹരി, ഞാൻ ചോദിക്കട്ടെ. അതായത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്ദേഹമാണ്, ഞങ്ങൾ പത്രക്കാരൊക്കെ അല്ലേ, മഞ്ജുഷും ഞാനും ഒക്കെ എത്രയോ കാലമായിട്ട് കോൺഗ്രസ് തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അവിടെ KC വേണുഗോപാൽ ആ വേദിയിലിരിക്കുമ്പോൾ അവിടെ സതീശൻ വരുന്നത് ശരിയല്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ടോ? അങ്ങനെയൊക്കെ അല്ല, വേണുഗോപാലിന് താഴെയായിരിക്കണം സതീശൻ എന്നാണ്. അതെ അതെ. സംഘടനാ ചുമതല സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം മഞ്ജുഷിന് സംഘടന എങ്ങനെയാണ് അതിന്റെ ഒരു സംവിധാനം ചട്ടക്കൂട് എന്നുള്ളത് അറിയാത്ത ആളാണ്. അല്ല, ഞാൻ പറയട്ടെ, ചർച്ചയുടെ ഭാഗമായി താങ്കൾ എന്നൊക്കെ പറയുന്നുള്ള കാര്യം എനിക്ക് വിശ്വാസമില്ല. എനിക്കറിയില്ല. അങ്ങനെ കേരളത്തിൽ മുഖ്യമന്ത്രി KC വേണുഗോപാലിന്റെ താഴെ ഇരിക്കണമെന്ന് അടുത്ത ആഴ്ച മുതൽ സംഭവിക്കുന്ന ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറയാം. അടുത്ത ആഴ്ച മുതൽ AICCയിലെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട PCC പ്രസിഡന്റുമാരുടെ യോഗം ഡൽഹിയിൽ വിളിപ്പിച്ചിട്ടുണ്ട്. ആരെ വിളിപ്പിച്ചെന്നറിയാമോ? ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് വിളിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ മീറ്റിംഗ് വിളിക്കുമ്പോൾ അവരെല്ലാം പങ്കെടുക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? അദ്ദേഹം വഹിക്കുന്ന പദവിയാണ്.
അദ്ദേഹത്തിന്റെ പദവി അതാണ്. അപ്പൊ സംഘടനയുടെ ചുമതല വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ സംഘടനാപരമായിട്ടുള്ള കാര്യമാണ്. സർക്കാരിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഒന്നാമനാകും, ഞങ്ങൾക്ക് ആരും സംശയമൊന്നുമില്ല. ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടനാപരമായിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്നത് KPCC-യിൽ. ഞാൻ പറഞ്ഞ പുതുപ്പള്ളിയിലെ കാര്യമാണ്. പുതുപ്പള്ളിയിലെ പരിപാടി വ്യത്യസ്തമായ എന്തൊക്കെ പറഞ്ഞാലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നടക്കുമ്പോൾ, പുതുപ്പള്ളിയിൽ നടക്കുമ്പോൾ അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്ന പള്ളിക്കടുത്താണ്, പുതുപ്പള്ളി പള്ളിക്കടുത്താണ്. അത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പരിപാടി. ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്താ കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി അന്യനാണോ ഹരി? അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ടോ അറിയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാ പരിപാടിയിലും മുഖ്യമന്ത്രിയെ വിളിക്കണം എന്നൊന്നും ഒരു നിർബന്ധവും ഒരിടത്തുമില്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാളത്തെ KPCC-യുടെ പരിപാടിയിലുണ്ട്. അദ്ദേഹത്തെയാണോ ആ പരിപാടിയിൽ ക്ഷണിച്ചിരിക്കുന്നത് എന്നത് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒരു കാര്യം, ഈ പുതുപ്പള്ളിയിൽ നടക്കുന്ന പരിപാടിയുടെ അതാണ് നമ്മുടെ വിഷയം. അവിടെ ആ പുതുപ്പള്ളിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി VD സതീശന്റെ പേരും ഫോട്ടോയും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അത് ഒരു വാർത്തയാണ് ഹരി. വേറെ എത്രയോ പരിപാടി നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. പറയുന്ന സമാധാനം എന്താ? നാളെ KPCC നടക്കുന്നുണ്ട്, ഒരുപാട് പരിപാടി ഉണ്ടെന്ന്. ഒരുപാട് പരിപാടി എന്തിനു പറയും? ഈ സർക്കാർ നടത്തിക്കൂടി മുൻ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള പരിപാടി? അതെന്താ ആരും പറയാത്തത്? മുൻ മുഖ്യമന്ത്രിയുടെ പേരിൽ ഇങ്ങനെ നാളത്തെ അനുസ്മരണത്തിൽ എന്തുകൊണ്ട് സർക്കാർ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നില്ല? ഞാൻ ഒരു കാര്യം പറയാം. 10 വർഷത്തിന് ശേഷം കോൺഗ്രസിന്റെ കൈ കിട്ടിയ ഭരണമാണ്. അതെ, ഇതൊക്കെ പറഞ്ഞ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.